ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫുദോച്ചാടന അനുഭവ പാഠങ്ങളുടെ 18ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പൈശാചിക ആവാസമുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കുർബാന ചൊല്ലുന്നൊരു അനുഭവം, ഒരവസരം. കുർബാനയുടെ ആരംഭത്തിൽ ഈ വ്യക്തി നല്ലപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പൈശാചികമായ ബന്ധനം അവൾക്കുണ്ട്, പക്ഷെ അവളത് ആ രൂപ വെളിപ്പെട്ടിട്ടില്ല. അവളുടെ നല്ല താല്പര്യത്തിൽ കുർബാന സംബന്ധിക്കാൻ വേണ്ടി നിൽക്കുക ഗ്രൂപ്പിൽ. അങ്ങനെ നിൽക്കുമ്പോൾ അവൾ തന്നെ പാട്ടൊക്കെ പാടി കുർബാന ആരംഭത്തിൽ കൂടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി ലേഖനം അവൾ തന്നെ വായിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. അതൊരു നല്ല ലക്ഷണമാണല്ലോ. അങ്ങനെ വന്ന് കുർബാനയുടെ അവസാനം വരെ അവൾ ഭംഗിയായിട്ട് കുർബാനെ സംബന്ധിച്ചു. കുർബാന സ്വീകരണ സമയമായപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, മറ്റുള്ളവർ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പം നീ കുർബാന സ്വീകരിക്കുന്നു? ചോദിക്കാൻ കാരണം പലപ്പോഴും കുർബാന സ്വീകരണത്തിൻ്റെ അവസരം ആവാസമുള്ള വ്യക്തികൾക്ക് ഭയങ്കരമായിട്ട് പൈശാചിക അരൂപിയെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു അനുഭവമാണ്. അതുവരെ പിടിച്ച് നിൽക്കും ചിലപ്പോൾ. പക്ഷെ ആ കുർബാന സ്വീകരിക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ബഹളം വെച്ച് ചിലപ്പോൾ തുപ്പാനും ഒക്കെ ഇടവരുന്ന അവസ്ഥയുണ്ട്, അനുഭവങ്ങൾ കാണാൻ പറ്റും. ഞാനന്ന് ചോദിച്ചു, നീ സ്വീകരിക്കുന്നോ? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാൻ സ്വീകരിക്കുന്നു അച്ഛാ. അപ്പം ഞാൻ കരുതലെടുത്ത് ഒരു തിരുവോസ്തി രക്തത്തിൽ മുക്കി കയ്യിലെടുത്ത് അതുമായിട്ട് ഞാൻ ഈ സഹോദര പക്കരിക്കും. അത് ബാക്കി തിരുവോസ്തിയൊക്കെ മാറ്റി വെച്ചു. കാരണം ചിലപ്പം വയലൻ്റായ തട്ടും മുട്ടുമൊക്കെ ചെയ്യും. അടുത്ത് വന്നിട്ട് ഞാൻ ശുശ്രൂഷകരെ ഇവിടെ വളരെ കരുതലോടെ എൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ട് വന്നു. ദിവികാരനെ ഈശോ സ്വീകരിക്കുകയാണ്. പക്ഷെ സ്വീകരിച്ച് അവൾ നാവിലേക്ക് സ്വീകരിച്ചു. ആ നിമിഷം പെട്ടെന്ന് അവളിലുള്ള തിന്മയുടെ അരൂപി വെളിപ്പെട്ടിട്ട് വയലൻ്റായിട്ട് ഇവിടെ കൊണ്ട് തുപ്പിച്ചു. അവൾ പെട്ടെന്ന് തിരുവോസ്തി തുപ്പി. അവൾക്ക് നിവൃത്തിയിട്ട് തുപ്പായിരിക്കും. അതുപോലെയാണ് തിന്മയുടെ അരൂപി പ്രതികരിക്കുകയാണ്. അപ്പോൾ ഞാനത് കരുതി നിന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് തിരുവോസ്തി ചാടി പിടിച്ചു. അപ്പോഴേക്കും ഇവിടെ വയലൻ്റായി ബഹളം വെച്ച് നിലത്തോട്ട് ഉരുണ്ട് വീണു. അപ്പോഴേക്കും അമ്മയൊക്കെ കൂടെയുണ്ട്. അമ്മ പെട്ടെന്ന് നിന്നിട്ട് അവൾ വീണ്ടും തുപ്പുകയാണ്. ഈ അരൂപി ഇങ്ങനെ ആ രക്തത്തിൻ്റെ സ്പർശനം അവളുടെ വായിൽ നാവിൽ ഉമിനീര് കറന്നിട്ട് തുപ്പി കളയുമ്പോൾ അമ്മ പെട്ടെന്ന് അവളുടെ തലയിട്ടത് ഷോള് കൊണ്ട് തുടച്ചു. അത് കണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ള സംഗീഞ്ഞ് അങ്ങോട്ട് കൊടുത്തു, പുറത്തോട്ട് കൊടുത്തു. ഇതുകൊണ്ട് തുടയ്ക്കാൻ പറഞ്ഞു, ഷോള് തുടയ്ക്കരുത്. അപ്പോൾ അവരവിടെ സംഗീഞ്ഞെടുത്ത് സംഗീഞ്ഞ് കൊണ്ട് ഇങ്ങനെ ചൂണ്ടും അതിരങ്ങളെല്ലാം തുടച്ചെടുത്ത് അവർ തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സംഗീഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് ഞാൻ തലയ്ക്ക് തിരിഞ്ഞു. അപ്പോഴേക്ക് ഇവളും ആ പൈസ അരൂപിയാണ് പിന്നെ സംസാരിക്കുന്നത്. ഭയങ്കരമായിട്ട് കയർത്ത് ചീത്ത വിളിച്ച് ബഹളം വെച്ച് സംസാരിക്കുന്നു, ബഹളം വെക്കുന്നു. അവരവളെ എപ്പോഴും എല്ലാം പിടിച്ച് കടത്തിയിരിക്കുകയാണ്. അങ്ങനെ നീങ്ങുന്നതിനിടയിൽ ഞാൻ അർത്താരെ വന്നിട്ട് രക്തം ഉൾക്കൊണ്ടിട്ട് കാസയും വിലാസയൊക്കെ കഴുകി അങ്ങനെ പ്രധാനം എന്നോട് പ്രാർത്ഥന പാട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഈ പൈശാചിക അരൂപി അവരുടെ പിടിയിൽ നിരത്ത് കിടക്കുകയാണ്. അവൾ അലറി വിളിച്ചുകൊണ്ട് ഒരു ഇറിറ്റേഷൻ പങ്കുവെക്കുകയാണ്. എന്താണെന്നറിയാമോ? ഈ ഷോള് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അമ്മ ആദ്യം അവളുടെ അധരങ്ങൾ ഇങ്ങനെ തുടച്ചവർ തുപ്പിയപ്പോൾ ആ ഷോൾ ഇപ്പോൾ അവളുടെ ദേഹത്ത് മുഖത്ത് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് ഈ അരൂപിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ട് അരുവി വിളിച്ച് കാറുകയാണ്. എടുത്ത് മാറ്റ്, ഈ ഷോൾ എടുത്ത് മാറ്റ്, അതിൽ രക്തമുണ്ട്, ചോരയുണ്ട്, മാറ്റ്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞ് ശ്രദ്ധിച്ചത്, ആ ഷോള് കൊണ്ട് അവൾ തുപ്പിയ ഉമിനീര് തുടച്ചപ്പോൾ ആ ഉമിനീര് കലർന്നിരുന്ന ഈശോയുടെ തിരുരക്തത്തിൻ്റെ നേരിയ സാന്നിധ്യമാണ്. പക്ഷെ ആ സാന്നിധ്യം ഉള്ള ആ ഷോള് പിന്നെ സ്പർശിക്കുമ്പോൾ അവിടെയുള്ള പൈശാചിക അരൂപിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞതുപോലെ ഈ ആത്മീയമായ കാര്യങ്ങളുടെ പ്രസക്തി സാങ്കത്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഇടവരുന്ന പല നിമിഷങ്ങൾ ഈ ബഹിഷ്കരണ ശുശ്രൂഷയിലാണ് കണ്ടിട്ടുള്ളത് ഞാൻ തന്നെ. അപ്പം ഈശോയുടെ തിരുരക്തമാണെന്നറിയാം. ആ കുദാശ കാസയിലുള്ള രക്തം വീഞ്ഞ്, അത് വെറും വീഞ്ഞല്ല, ഈശോയുടെ രക്തമാണെന്ന് നല്ല ബോധ്യവും എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും എത്രയോ അവസരങ്ങൾ ഞാൻ പിന്നീട് ചിന്തിക്കുകയായിരുന്നു. ഈ തിരുരക്തം ഉൾക്കൊണ്ടിട്ട് വെള്ളം ഒഴിച്ച് സത്യയോടുകൂടി അത് ഇങ്ങനെ കലക്കി ചെരിച്ച് കഴുകി ഉൾക്കൊണ്ടിട്ട് പിന്നെ തുടയ്ക്കുമ്പോഴും സംഗീഞ്ഞിൽ ചിലപ്പം ആ കാസയുടെ വക്കിലോ വിളുമ്പറോ എവിടെയെങ്കിലും അല്പം ഈ വെള്ളത്തിൽ ഇങ്ങനെ കഴുകി മാറാതിരിക്കുന്ന ഈശോയുടെ തിരുരക്ത വീഞ്ഞ് അല്പം സംഗീഞ്ഞെ പറ്റിയിട്ട് പലപ്പോഴും ഒരു ദിവസം 2 ദിവസം സംഗീഞ്ഞ് കുർബാനയ്ക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ സംഗീഞ്ഞിൽ അല്പം ആ വീഞ്ഞിൻ്റെ കളറ് പതിയാറുണ്ട്. അത് ആദരവോടുകൂടി തന്നെ പിന്നെ കഴുകിയൊക്കെ സംഗീഞ്ഞെടുക്കുക ശിഷ്യസൊക്കെ കൈകാര്യം ചെയ്യും ആദരവോടുകൂടെ. പക്ഷെ അതിന് ഇത്രയും ഒരു തിരുരക്തത്തിൻ്റെ ദൈവിക സാന്നിധ്യം
പൈശാചിക അരിവിടെ ഇങ്ങനെ അസഹ്യപ്പെടുത്താൻ മാത്രം ഉണ്ടായോ എന്നുള്ളൊരു ബോധ്യം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, പണ്ടിന് വെല്ലിച്ചന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പള്ളികളിലൊക്കെ പണ്ടിങ്ങനെ അൾത്താരയിൽ സക്രാരിയുടെ സൈഡ് ചെറിയൊരു ചില്ലു പാത്രം വെച്ചിരിക്കും, കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് അതിന് മുകളിൽ സംഗീതം വെച്ചിരിക്കും. അത് ഏതെങ്കിലും അവസരത്തിൽ കുർബാനയുടെ ഭാഗമായിട്ടല്ലാതെ വിശ്വ കുർബാന എഴുന്നള്ളിച്ചൊക്കെ കൊടുക്കേണ്ട ആവശ്യം വരുമ്പോൾ അച്ഛന് ഈ പാത്രത്തിൽ കുർബാന എത്തിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അച്ഛൻ തൻ്റെ ഈശോയുടെ തിരുശരീരം തിരുവോസ്തി എടുത്ത ആ വിരലുകൾ ഈ അടപ്പ് തുറന്ന് ആ വെള്ളത്തിൽ ഇങ്ങനെ കൈ മുക്കി കഴുകിയിട്ട് അത് അടച്ചു വെക്കും, ആ സംഗീത കൈ തുടയ്ക്കും. അങ്ങനെ പാരമ്പര്യം പണ്ട് പള്ളികളുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ ഒരിടത്ത് തന്നെ സൂക്ഷിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ സൂക്ഷിക്കുന്ന ഈ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറും, ഏതാ ദിവസം കൂടുമ്പോൾ വെള്ളം മാറുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും വെല്ലിച്ച് പറഞ്ഞ സംഭവമാണ് ഞാൻ മനസ്സിൽ വരുന്നത്. ഇടവകയിലുള്ള ഒരു ഹൈന്ദവ കുടുംബം, അച്ഛൻ പറയാണ്, അവിടെ ഇങ്ങനെ പൈശാചികമായ അസ്വസ്ഥത അല്ലെങ്കിൽ ശാരീരിക പീഡകളൊക്കെ വരുമ്പോൾ അങ്ങനെ ഹൈന്ദവ കുടുംബങ്ങളിലെ വിശ്വാസം, ഈശ്വര വിശ്വാസമുള്ള ആത്മീയ ബോധ്യമുള്ള ചില വ്യക്തികൾ പള്ളിയിൽ വന്നിട്ട് അച്ഛനോട് ചോദിക്കുക, അച്ഛാ ആ വിശുദ്ധ സക്രാരിയുടെ അരികെ വെച്ചിരിക്കുന്ന ആ പാത്രത്തിനകത്തെ വെള്ളം എനിക്കൊന്ന് കുടിക്കാൻ തരാമോ? അപ്പോൾ അച്ഛനെടുത്ത് കൊടുക്കും. കാരണം അത് കൗതാശികമായിട്ട് അതിനകത്ത് ഒരു തടസ്സമൊന്നുമില്ല. വിശ്വാസം അതെടുത്ത് നമ്മൾ കൊണ്ട് കളയുന്നതേ ഉള്ളൂ. ആ വെള്ളം ഒന്ന് കുടിക്കാൻ തരാമോ? അപ്പോൾ അത് വിശ്വാസത്തോടെ കുടിക്കുന്ന ഈ അക്ര സഹോദരങ്ങൾ അതുവഴിയായിട്ട് സൗഖ്യ അനുഭവം, വിടുതൽ അനുഭവം സ്വന്തമാക്കിയിരുന്നു എന്ന് ഈ വെല്ലിച്ചന്മാർ പണ്ട് പങ്കുവെച്ച കണ്ടിന് ഓർമ്മിക്കുകയാണ്. സഹോദര സഹോദരങ്ങളെ, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഈ ആത്മീയ രഹസ്യങ്ങൾ എത്രയോ ശ്രേഷ്ഠമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രത്യേകിച്ച് നിങ്ങൾ വൈദികർ പോലും പലപ്പോൾ തിരിച്ചറിയുന്നില്ല. ആ തിരുവോസ്തി എടുത്ത് കൈകാര്യം ചെയ്തെടുത്ത് രക്തം കൈകാര്യം ചെയ്യുന്നത് നേരിയ ലാഞ്ചന സംഗീഞ്ഞ് പതിയുന്നതോ അല്ലെങ്കിൽ ആ ആൾത്താരി വിരിക്കുന്ന കെത്താന തുവാലയിൽ അല്പം പൊടികളൊക്കെ വീഴുന്ന പോലെ എത്ര ശ്രദ്ധയോടെ വെല്ലിച്ചന്മാർ ഇങ്ങനെ ശ്രദ്ധയോടെ വിലാസം കൊണ്ട് പഠിച്ചെടുത്ത് സൂക്ഷിച്ചെടുത്ത് തരി പോലും നിരത്ത് പോകാതെ അവഗണിക്കപ്പെട്ട് കിടക്കാതെ കാസിക്കാത്തിട്ടത് വെള്ളം ഒഴിച്ച് കുടിച്ച് അങ്ങനെ എത്ര ജാഗ്രത ചെയ്തിരുന്നതാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും അച്ഛന്മാർ ഈ ഒരു ജാഗ്രത എടുക്കുന്നില്ല എന്നുള്ളൊരു നൊമ്പരപ്പെടുന്ന യാഥാർത്ഥ്യം കൂടിയാണ്. സഹോദരങ്ങളെ, നമുക്ക് ഈ ഈശോയുടെ തിരുശരീര സാന്നിധ്യം എന്തുമാത്രം സജീവമാണ് എന്നുള്ളത് ആദരവോടെ തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ സാന്നിധ്യം സഭയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.